പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാക്കനാട്ടെ ജലവിതരണ സംവിധാനങ്ങൾക്ക്. ആക്രിപ്പരുവത്തിലായ ഹാസ്പിറ്റോസ് പൈപ്പുകളാണ് ജലവിതരണ സംവിധാനത്തിനായി ഇപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടലും അതുമൂലമുണ്ടാകുന്ന ജലക്ഷാമവും ആളുകളെ ദുരിതത്തിലാക്കുന്നു. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പകുതിയിലധികം പ്രദേശത്തും ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്പെറ്റോസ് പൈപ്പുകളാണ്. ഇടയ്ക്കിടെ മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടും. അതോടെ പ്രദേശം കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് പോകും. ഈ ഇടയ്ക്ക് ഇപ്പുറത്തെ ഒരു സൈഡിൽ പൊട്ടിയായിരുന്നു. അത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെയും പൊട്ടിയേക്കുന്നത്. പ്രഷർ കൂടിയിട്ട് പൊട്ടിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഈ പൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത്. ചിലപ്പോൾ പഴയതായതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നത്. പൈപ്പ് പൊട്ടുന്നതിന്റെ സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അത് 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടായില്ല. അത് കഴിയുമ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ DI പൈപ്പ് ജലവിതരണം കാര്യക്ഷമമാക്കുമ്പോഴും കാക്കനാട്ടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും വെള്ളം എത്തിക്കുന്നത് ഇപ്പോഴും ആസ്പെറ്റോസ് പൈപ്പിലൂടെ തന്നെ. ചെറിയ മർദ്ദം പോലും താങ്ങാൻ പഴയ ആസ്പെറ്റോസ് പൈപ്പുകൾക്ക് കഴിയാത്തതാണ് നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിന് കാരണം. പൂർണ്ണമായി ആസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി DI പൈപ്പ് സ്ഥാപിക്കാൻ 15 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലും പൈപ്പ് പൊട്ടി തൃക്കാക്കരയിലും ജലവിതരണം മുടങ്ങിയിരുന്നു. IT പാർക്കും ജില്ലാ ഭരണകേന്ദ്രവും കാക്കനാടിന് സ്വന്തമായുണ്ടെങ്കിലും ജലവിതരണ സംവിധാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-2 പൈപ്പ് പൊട്ടിയാൽ തന്നെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളക്ഷാമത്തിലേക്ക് ആഴ്ത്താൻ കഴിവുള്ള തരത്തിലാണ് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ പരിഹരിക്കാൻ നാളുകളുടെ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി രൂക്ഷമാണ്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.